പണ്ട് 47-ല് ട്രെയിൻ കിട്ടാതെ ടിക്കറ്റ് എടുക്കാനും ട്രെയിൻ കിട്ടാനും ഇടിച്ചു കയറാനും പറ്റാത്തവർ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ചോറ് നിന്ന് ഇവിടെ ശരീരം കൊണ്ട് ജീവിച്ച് മനസ്സുകൊണ്ട് പാകിസ്ഥാന്റെ കൂടെയുള്ളവർ ഇവിടെ ഉണ്ട്. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെയുള്ളവരാണ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ. ആദ്യമായി BJP നേതാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ ഞാൻ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. കാരണം ഇന്നലെ ആദ്യമായി അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. 1947-ൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടും ട്രെയിനിൽ ഇടിച്ചു കയറി പോകാനുള്ള മിടുക്കോ സാമർഥ്യമോ ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ രാജ്യത്ത് തന്നെ അടിഞ്ഞുകൂടി മുഴുവൻ ആനുകൂല്യങ്ങളും അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചിട്ടും ഇന്നും ചോറിവിടെയും കൂറവിടെയുമായി ജീവിക്കുന്ന കുറേ എണ്ണം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ബാക്കിയുണ്ട്. അവരാണ് നമ്മുടെ രാജ്യത്തെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ ഒറ്റിക്കൊടുക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ വാർത്ത. പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് സൈനിക രഹസ്യ വിവരങ്ങൾ കൈമാറി. UP-യിൽ കേന്ദ്ര ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ഫിറോസാബാദിലെ ആയുധ ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥൻ രവീന്ദ്രകുമാറാണ് അറസ്റ്റിലായത്. ഇനി ഈ വാർത്ത നോക്കൂ, ഇത് കുറച്ച് പഴയതാണ്. കാശ്മീരിൽ തീവ്രവാദ സംഘടനകൾക്ക് ആയുധമെത്തിച്ച കേസിൽ BJP നേതാവ് അറസ്റ്റിൽ. 2014-ന് ശേഷം ഇത്തരത്തിലുള്ള എത്രയെത്ര വാർത്തകളാണ് ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെയൊക്കെ പേര് രവീന്ദ്രകുമാർ എന്നും മോഹൻകുമാർ എന്നും കിരൺ ഷെഡ്ഡി എന്നൊക്കെ ആയതുകൊണ്ട് ഇവരൊക്കെ മാനസിക രോഗികളായി മാറി കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞ 47-ൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വകയില്ലാത്തത് കൊണ്ടും ഇടിച്ചു കയറി യാത്ര ചെയ്ത് പോകാനുള്ള സാമർഥ്യമില്ലാത്തത് കൊണ്ടും നമ്മുടെ രാജ്യത്ത് തന്നെ അടിഞ്ഞുകൂടി ഇപ്പോഴും ചോറിവിടെയും കൂറവിടെയുമായി ജീവിക്കുന്ന ഇവരെ പോലെയുള്ള മുഴുവൻ രാജ്യദ്രോഹികളെയും പരസ്യമായി വെടിവെച്ചു കൊല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം.